എടാ കുട്ടപ്പ എഴുന്നേക്കടാ, മണി 9. എടാ എഴുന്നേക്കാൻ. എടാ മോക്കാന്. രാവിലെ കുളിക്കുന്നോ? എന്നാടാ പള്ളി പോകാനുള്ളതല്ലേ, അതിനു മുമ്പ് കുളി ഉണ്ടോന്നാ ചോദിച്ചത്. അല്ലാതെ അങ്ങനെ ചോദിച്ചത്? അതല്ലേ പതിവ്. അതെ, എന്നാലും ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലല്ലേ? വകുപ്പ് പഠിക്കാതെ ചെല്ലടാ. കുർബാന സമയത്ത് പള്ളി ചെന്നല്ലേ പിന്നെ? പള്ളിയിലല്ലാതെ പിന്നെ പട്ടശാപ്പി കുർബാനയില്ലല്ലോ. അവിടെ നില്ലടാ. എന്തുവാടാ പിറുപിറുക്കുന്നേ? ഞാനൊന്നും പറഞ്ഞില്ല. ദേ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഉറക്കെ പറയണം. ഈ ഞൊടിച്ചിൽ എനിക്ക് ഇഷ്ടമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. ഇന്ന് ഇവിടെ നിൽക്കുന്നേ പോടാ. ചേടാ നിക്കാൻ പറഞ്ഞിട്ടില്ലേ നിന്നത്? ഇത് വലിയ കോടാലിയായില്ല. ജോണിക്കോ, നമ്മൾ വളപ്പിൽ മാമച്ചന്റെ അടുത്ത് ഒരു ഡോബർമാൻ പറ്റുള്ളൂ കണ്ടതാണ്. മാമച്ചൻ ഊക്കം വരെ പറയുന്നത് പട്ടി കള്ളം പട്ടിയ. എന്നാ കൊടുക്കാൻ നിന്റെ ഒരു അഭിപ്രായത്തില്? അച്ചോ, ഇത് കുമ്പസാരക്കൂടാ. വിശ്വാസികൾക്ക് പുരോഹിതന്റെ അടുത്ത് തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറയാനുള്ള ദിവ്യമായ ഒരു സ്ഥലം ഇവിടെ വെച്ച് വേണോ? ശരി, എന്നാ നീ പറ. ഞായറാഴ്ച കൺട്രി ക്ലബിൽ ഒരു കശപശ ഉണ്ടായി. ഉണ്ടാക്കിന്ന് പറ. അച്ഛൻ ഇടയ്ക്ക് കയറല്ലേ. ആദ്യം കേക്ക്. ഞായറാഴ്ച ദിവസം കൺട്രി ക്ലബിൽ ഒന്ന് പോകുന്ന സ്വഭാവം എനിക്കുണ്ടെന്ന് അച്ഛൻ അറിയാമല്ലോ. ഒതുക്കത്തിൽ ഒരു 4 വിട്ടേച്ച് പോരാമെന്ന് കരുതി കയറിയതാ. സമ്മതിക്കത്തില്ല. ആ മിഡ് വൈഫ് ഏലിയമ്മയുടെ മകൻ ഒരുത്ത മസ്കറ്റിൽ നിന്ന് വന്നിട്ടില്ലേ, എന്നതാ അവന്റെ പേര്? ഞാൻ ഏതാണ്ട് പറഞ്ഞപ്പോ അവൻ പറയുവാ ജോണിക്ക് കള്ളു മൂത്തിട്ട് ചുമ്മാ ഡയലോഗ് അടിക്കുവാ. ജോണിക്ക് കള്ളു മൂക്കണമെങ്കിലേ ഇച്ചിരി സമയം പിടിക്കും. നിനക്കറിയാൻ മേലാത്തോണ്ടാ. ഇതെല്ലാരും പറയുന്നതാ. വേണ്ടാവേ, നീ വെറ്റിനുണ്ടോ? ഇനി ഒരു ഫുള്ള് പിടിപ്പിച്ചേച്ച് ജോണി സ്റ്റേഡിയായിട്ട് ഇതാ ഇവിടെ നിൽക്കും. ശരി ഇല്ലേലോ? നീ പറയുന്ന പണി ഞാൻ ചെയ്യും. നീ എന്നാ തരും പറ. 5 ഫുള്ള് ജോണി വാക്കർ ഏറ്റാ? ഏറ്റു. ഒരു ഫുള്ള് ജോണി ഞെറാ. കുപ്പി 5 ഇങ്ങോട്ട് വെക്കേ. തരാം. ഇവിടെ ഇപ്പൊ വെക്കണം. അല്ല ജോണി ഇത് ഇത്ര അങ്ങ് സീരിയസ് ആക്കിയോ? ഞാൻ ചുമ്മാ തന്നെ ഒന്ന് ഗീറി കയറ്റാൻ വേണ്ടി തമാശ പറഞ്ഞതല്ലേ. അല്ല കുപ്പി എത്ര വേണേലും ഞാൻ വാങ്ങിച്ചു തരാം. വേണേ വാങ്ങിച്ചു തരാവുന്ന അങ്ങനെ നിന്റെ ഓച്ചാരം എനിക്ക് വേണ്ടോ? കോപ്പേ, ഞാൻ എന്റെ തനിക്കുണം കാണിച്ചു. ബെറ്റ് കെട്ടി അതിന്റെ അന്തസ് കാണിക്കണ്ടേ അച്ചോ? മോനെ ജോലിക്ക, ഇത് പോലീസ് സ്റ്റേഷനല്ല, കുമ്പസാരക്കൂടാണ്. നീ ഏത് വഴിയെ പോയാലും ഒരു തള്ളുറപ്പാ. എന്നിട്ട് അതെല്ലാം ഒരു കടലാസ് കൊണ്ടേ കുറിച്ച് ഞായറാഴ്ച ദിവസം ഇങ്ങോട്ട് കയറി വന്നിട്ട് എന്നാ കാര്യം? ഇതിപ്പോ ഞാൻ കാലം കുറയാലോ കേൾക്കണം. അതെന്നെ അച്ഛനൊരുമാതിരി അങ്ങനെ പറയുന്നേ? കാര്യമില്ലാതെ ഞാൻ എന്നാ വഴക്കുണ്ടാക്കിയെന്നാ? അല്ല ഞാൻ പറയുന്ന അച്ഛനൊന്നും പറയണ്ട. തെറ്റുപറ്റാത്ത മനുഷ്യരാരാ? പശ്ചാത്തപിച്ച കർത്താവ് പൊറുക്കുന്നല്ലേ വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നേ. ശരി, നീ പറ, നീ തന്നെ പറ. എനിക്കൊന്നും പറയാൻ. ജോണി, നിന്റെ അനിയച്ചാരുടെ വിവരെന്തുവാ? അവന്റെ പഠിത്തമൊന്നും കഴിഞ്ഞില്ലേ? അതെങ്ങനെ അച്ചോ? അവൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിലേ ആയിട്ടുള്ളൂ. നീ അവന്റെ കാര്യം വല്ലതും തിരക്കുന്നുണ്ടോ? ബാംഗ്ലൂർ ആ സ്ഥലം, കുഴപ്പം പറ്റിയിടമാ. അങ്ങനെയൊന്നും ഇല്ലച്ചോ. അവൻ എന്നെക്കാളും എടുക്കനാ, കാര്യവിവരമുള്ളവനാ. ഞാൻ പോട്ടെ. എങ്ങനെയാ വീട്ടിലേക്കാണോ? സൗകര്യമുള്ളിടത്തോട്ട് കേറണേ. കേറ്, വഴി ഇറക്കി വിട്ടേക്കാം. കള്ളടിച്ച് 4 ഇല വന്ന വാതിൽ ഞാൻ തുറക്കത്തില്ല. ഓടാറുന്നു കുട്ടപ്പായ്, മേടയിൽ ഇച്ചിരി പണിയുണ്ട്. അത് അച്ഛൻ തന്നെ പണിഞ്ഞാ മതി. പിശാചിന് പറഞ്ഞതാ. ഓ, മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇത് എവിടെ പോയി കിടക്ക? എടാ കുട്ടപ്പായേ, എടാ ഗേറ്റ് തുറക്കണം മാക്കാനെ. എടാ ഞാനിത് ഇടിച്ചു പൊളിക്കണം. എടാ തുറക്കാൻ.
എവിടായിരുന്നു? പുതുപ്പള്ളി വരെ പോയി നിനക്കൊരു പെണ്ണന്വേഷിക്കാൻ. എന്താ? പെണ്ണും പിടക്കൊഴിയൊന്നും എനിക്കല്ല ആവശ്യം. ദേ ഞാനൊരു കാര്യം പറയാം. നീ ഒരു പുല്ലും പറയണ്ട, പോയി എടുത്ത് വെക്ക്. ദേ ഞാൻ കളഞ്ഞിട്ട് എന്റെ പാട്ടിന് പോകും. പാതിരാത്രി വരെയുള്ള ഇരിപ്പേ അത് എനിക്കൊക്കെ അല്ല. നിന്നോട് ആരാ ഇരിക്കാൻ പറഞ്ഞത്? നിനക്ക് കിടക്കാൻ മേലായിരുന്നു. ഇതിച്ചിരി കൂടുതലാ. ഒരു ദിവസം ഞാനൊരു പോക്കങ്ങ് പോകും. കഴിഞ്ഞ പെരുന്നാളിനാ പോകാനെത്തില്ല. വരുന്നത് മാതാവിന്റെ പള്ളിയിലെ നേർച്ചയാ. അതിനെങ്കിലും എനിക്ക് അവിടെ എത്തണം. നീ പോടാ. നിന്നാരേലും കെട്ടിയിട്ടോ? എങ്ങോട്ട് പോകുന്നാ? എനിക്കും ഉണ്ട് അവിടെ ഇച്ചിരി മണ്ണ്. അതി കളച്ചോ പറിച്ചാ കഴിയാലോ. ഇന്നേതായാലും ഇങ്ങനെ പോട്ടാവേ. നേരം കുറെ ആയില്ലേ, നമുക്ക് വെളുപ്പിനെ വിട്ടേക്കാം. എടാ മാക്കാനെ നിന്നോട് എടുത്ത് വെക്കാനാ പറഞ്ഞത്. അകത്തോട്ട് നോക്ക്, മേശപ്പുറത്ത് ഇരിപ്പുണ്ട്. ഫോണ് അവനവിടെ എന്നാ ഉണ്ടാക്കാന്ന് എനിക്ക് മനസ്സിലാകാത്തത്. കേംബ്രിഡ്ജ് എക്സാമിന് പഠിക്കല്ലേ? ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണാൻ പറ്റില്ല, പിന്നെ അനിയനാ പുല്ലാന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? ഹലോ. ഓ വേണ്ട, ഒരുത്തനും വരണ്ട. അല്ലേലും എനിക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണെന്ന്. എന്നാടാ ഒളിഞ്ഞു നോക്കുന്നേ? എടാ നിന്നോടാന്ന് വിടാനാ വല്ലവരും. ഓ ഇനി ഇങ്ങനെയുടെ ഒരു കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. അച്ഛൻ അവിടെയൊക്കെ തുപ്പി വൃത്തിയാടാക്കല്ലേ. ഇവിടെ അല്ലാതെ പിന്നെ നിന്റെ തലയിലാണോടാ തുപ്പേണ്ടത്? ജോണി എവിടെ? അകത്തുണ്ട്. വിളിക്ക്. ഇപ്പൊ പറ്റത്തില്ല. ഞാൻ വന്നിട്ടുണ്ടെന്ന് പറ. അച്ഛോ ഞാൻ അച്ഛനെ കാണാൻ അങ്ങോട്ട് വരാനിരിക്കായിരുന്നു. പാലിന്റെ കാശ് തന്നിട്ട് മാസം 2 ഇങ്ങ എടുത്തോട്ടെ, എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. അത് ഞാനും ജോണിയും തമ്മിൽ കൈകാര്യം ചെയ്തോളാം. അച്ഛൻ ഭയങ്കര ഓസാണല്ലോ അച്ഛോ. എടാ പിശാചിന് പറഞ്ഞവനെ, നിന്റെ നാക്കിന് എല്ലില്ലേ? ഒരച്ഛനോട് സംസാരിക്കേണ്ട എങ്ങനെയാണെന്ന് നിനക്കറിയില്ലേ? നീ ജോണിയെ വിളി. എന്റെ അമ്മോ ഞാനില്ല, ആകെ കലികൊണ്ട് നിൽക്കുക, ഞാൻ എടുക്കത്തില്ല. എന്താ വെള്ളാണോ? ആണെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നു. ഇത് പച്ചയ്ക്കാ. സാരമില്ല, ഇച്ചിരി ദൂരെ മാറി നിന്ന് ഞാൻ വിളിക്കുന്നെന്ന് പറ. ചെല്ലട കുട്ടപ്പായി. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും ശുദ്ധീകരിക്കട്ടെ. എന്ത് പറ്റൂ? ഓ ഒന്നുമില്ല അച്ഛോ. അച്ഛൻ തന്നെ പതിവില്ല. 1-2 കാര്യങ്ങളുണ്ട്. നിന്റെ അനിയൻ ബോബിയുടെ ഫോൺ മേടയിലേക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് കറക്കിയിട്ട് കിട്ടാനിട്ടാ അവൻ അങ്ങോട്ട് വിളിച്ചത്. അവനും അവന്റെ 4-5 കൂട്ടുകാരും ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ചേടാ ഞാൻ അവനെ എത്ര നേരം കൊണ്ട് ട്രൈ ചെയ്യുന്നു. ഇതിപ്പോ എപ്പോ എത്തുന്ന? ഇന്നെ എടാ കുട്ടപ്പായേ, അവര് 4-5 പേരുണ്ടെന്ന്. പലതും വെച്ചുണ്ടാക്കണ്ടേ? ജോണി ഞാൻ പൊന്നച്ചോ ഇപ്പൊ എന്നോടൊന്നും പറയണ്ട. എന്റെ തലയിലോട്ടൊന്നും കയറത്തില്ല. അച്ഛൻ മേടയിലോട്ടില്ല, ഞാൻ പുറകെ വന്നേക്കാം. എടാ ഇവിടെ വല്ല ഇരിപ്പുണ്ടോ? ഒന്നുമില്ല. അയ്യോ ഇപ്പൊ എന്നാ ചെയ്യും? അയ്യോ വന്നേ. ഇന്നിനി വരുന്ന കോളില്ല. പിന്നെന്ത് പുല്ലിനാ വിളിച്ചു പറഞ്ഞ് കൊതിപ്പിച്ചത്? പഠിക്കുന്ന പിള്ളേരല്ലേ, സാറന്മാര് ചിലപ്പം വിട്ടു കാണത്തില്ല. അവന്റെ ഒരു കോപ്പിലെ പഠിപ്പ്. അവനിനി IAS പഠിക്കുമ്പോഴും അവൻ എനിക്ക് കൊച്ചാ. നിനക്കറിയോടാ കുട്ടപ്പായി, പപ്പായും അമ്മായും കാറപകടത്തി മരിക്കുമ്പോ എനിക്ക് വയസ്സ് 16. അവൻ 2 വയസ്സുള്ള കുഞ്ഞാ. മരണമെന്ന് വെച്ചാ എന്തുവാന്നറിയാത്ത പ്രായം. അവനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് ഫ്ലൈറ്റ് കയറുമ്പോ അവൻ ഒരു പിടിയുമില്ല. പിന്നെ അറിയിച്ചിട്ടില്ല ഒരു ദുഃഖവും ഒരു പ്രയാസവും. അവന് ഞാൻ പപ്പായും അമ്മായുവാ. ചേട്ടനാ, അടുത്ത ഫ്രണ്ടാ. അല്ലേടാ? അല്ല അതിനിപ്പോ എന്നാ പറ്റി? ഗോപിച്ചായൻ പറഞ്ഞു അല്ലാന്ന്. ഇല്ലടാ, അല്ലാന്ന് അവൻ പറയത്തില്ല. അവൻ എന്റെ ചെറുക്കനല്ലേ. കണ്ണടയം വരെ എനിക്ക് തുണ അവനല്ലേ. എന്റെ വല്യപ്പച്ചനെ നിനക്കറിയാവോ? ഈ മണ്ണിന്റെ ഉടമ. അകത്ത് പടം കണ്ടിട്ടുണ്ട്. എന്നെ കൃഷിക്കാരനാക്കിയത് വല്യപ്പച്ചനാ. He was great, greater than the greatest.
മരിക്കുന്നതിന് 1 വർഷം മുമ്പ് വലിയപ്പച്ചന്റെ കാഴ്ച പോയി. അതുവരെ മരണത്തെ പേടിച്ചിരുന്ന അങ്ങേർക്ക് പിന്നെ എങ്ങനെയെങ്കിലും മരിച്ചാ മതിയെന്നായി. തനിച്ചിരുന്ന് കരയുന്ന അങ്ങേരെ കാണുമ്പോ എന്റെ ഇവിടെ ഒരു ഭാരം കൂടുക. അതൊക്കെ ഓർക്കുമ്പോ ഇനിയും കാക്കുന്നില്ലേ? നീ പോയി പണി നോക്കാൻ പറ. ഇനി വന്നാൽ തന്നെ എന്നെ ഉണത്താനൊന്നും നിൽക്കരുത്. എനിക്ക് കാണണ്ട. എന്നാ അച്ചായ വല്ലതും കഴിച്ചേച്ചോടാ. എനിക്ക് കേട്ടാനില്ല ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുട്ടപ്പായി അച്ഛനവിടെ കിടന്നോ? ബോബിച്ചോ, ശരിയായ നടപടിയല്ല കേട്ടോ. എന്താ? വന്നേ. കണ്ടല്ല, നിങ്ങൾ വരുന്നു കേട്ടപ്പോ തൊട്ട് തറയിൽ നിൽക്കാതെ അച്ചായൻ പണി തുടങ്ങിയതാ. കാത്തിരുന്ന് മടുത്തപ്പോ ഏതാണ്ടെല്ലാം പറഞ്ഞിട്ട് പോയി കിടന്നു. ഇന്നത്തെ ദിവസം ഒരു വക കഴിച്ചിട്ടില്ല. കഷ്ടമായി പോലെ ബോബി. നമുക്ക് വിളിച്ചോട്ടെ, സോറി പറയാം. ജോണിച്ചായ എഴുന്നേക്കുന്നേ. ഓടാ, എനിക്കൊന്നും കാണണ്ട. ഞങ്ങൾ കുറച്ച് ലേറ്റായി, അത് സത്യമാ. ഒന്ന് ക്ഷമിക്കുന്നേ. ജോണിച്ചായ ക്ഷമിച്ചില്ലെങ്കിൽ പിന്നെ ആരാ ക്ഷമിക്കുന്നേ? ബോബി, നീ സൂചിപ്പിക്കാതെ പോകുന്നുണ്ടോ? അച്ചായന് വേണ്ടി എന്റെ ഫ്രണ്ട്സ് വാങ്ങിച്ചുകൊണ്ടെന്ന് എന്താന്ന് നോക്ക്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ തറയിലൊഴിക്കും. ജോണി വാക്കർ ബ്ലാക്ക് ലേബലാ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എന്നാ പിന്നെ ഇതുമായിട്ട് ഞാൻ നേരത്തെ വന്നുകൂടായിരുന്നോടാ. എടാ കരിമാക്കാനെ സോഡയും കോപ്പൊക്കെ എടുത്തോണ്ട് വാടാ. അതല്ലേ കൊണ്ടുവരുന്നത്. ചാപ്പാട് തണുത്താണോടാ? ഞാനൊന്ന് ചൂടാക്കിയേക്കാം. എന്താ? എന്നാ ഒന്ന് വേഗം നില്ല, ഒന്ന് ഓടിച്ചാടി നില്ലടാ. കൊച്ചു പിള്ളേരാ, അതുങ്ങളെ കള്ളുകൊടുത്ത് ചീത്തയാക്കല്ലേ. ഞാനോ കൂടെ കൂടി ഇങ്ങനെ ആയി. വകുപ്പടിക്കാതെ വേണേ ഒന്നെടുത്ത് വലിച്ചോടാ മാക്കാൻ. ഞാൻ നിർത്തി. ഈ കൂട്ടായിട്ട് ശരിയാവില്ല. എല്ലാം കൂടെ എടുത്തങ്ങ് അടിച്ച് അലമ്പാക്കരുത്. ഓർമ്മയുണ്ടല്ലോ, ഒരു അബദ്ധാർക്കും പറ്റരുത്. വരണം വരണം. ഓരോ അപ്പറ്റൈസർ, അത് കഴിഞ്ഞ് ഭക്ഷണം. നിങ്ങൾ വഴിക്ക് വെച്ച് വല്ലതും കഴിച്ചോ? ഓരോ ബിയർ. ജോണിച്ചായ, ഇത് മൻസൂർ, നല്ലൊരു അത്ലറ്റാ. എന്താ ബോക്സിംഗ് ആണോ? അല്ല, ക്രോസ് കൺട്രിയാ. ഷെല്ലി, ഭേദപ്പെട്ടു പ്രേമിസ്റ്റാ. അത് അയാളുടെ മെടുക്ക്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ലല്ലേ ഷെല്ലി? ജീവൻ. സ്വന്തം ജീവനോ മറ്റുള്ളവരുടെ ജീവനോ? ജോണിച്ചായ, ഇത് ഐ എം ജോണി വർഗീസ്. ഐ എം മേനൻ, മധു മേനൻ. അയ്യോ, ആളെ കാണുന്നതിന് മുമ്പ് പേര് കേട്ടിരുന്ന ഞാൻ വേറെ വല്ലതും പ്രതീക്ഷിച്ചു പോയത്. വിഷ്ണു. വിഷ്ണു എവിടെ? എന്താ മഹാറിന്ന് കളഞ്ഞത്? അവസാനം എൻട്രി ചെയ്യുന്ന ഒരു വെയിറ്റ് ആണെന്നാ? അതോ എന്റെ ലാത്തി ബോറടിച്ചിട്ടോ? എന്താ ഒന്നും മിണ്ടാത്തെ? മിണ്ടില്ല ചായ. വിഷ്ണു സംസാരിക്കില്ല, സംസാരിക്കാനാവില്ല. എന്തി പഠിക്കുമ്പോഴാ അമ്മയുടെ മരണം കണ്ട ഷോക്കില്. ഐ എം സോറി. സോറി മോനെ, എനിക്കറിയാനില്ല. ബോബി കേക്കാവടാ? കേക്കാം. എല്ലാ നന്മയും കൊടുക്കുന്ന കർത്താവെ നീ തന്നെയാണ് ഇതിന് കൊടുക്കുന്നത്. വിഷ്ണു കഴിയും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ജോണിച്ചായോട് കൊതി തോന്നുന്നു. എന്തിനാ മോനെ? അല്ല, ഈ ലൈഫ് സ്റ്റൈൽ കണ്ടിട്ട് ഇവിടെ മൊത്തത്തിൽ കൊള്ളാം. ക്ലിന്റ് ഈസ്റ്റ്വുഡ് ഒക്കെ പടത്തിലെ പോലെ. നിങ്ങൾ പടത്തിൽ കണ്ടിട്ടുള്ള ആ മണ്ണില് 16 വയസ്സ് വരെ ജീവിച്ചവനാ ഞാൻ. ഓർമ്മയിലുള്ള പോലെ ഇതൊക്കെ ഞാൻ റീക്രിയേറ്റ് ചെയ്തിരിക്കുക. ഇവിടെ ഒന്ന് അലക്കി പൊളിച്ചിട്ട് ഇവന്മാര് പോകത്തുള്ളൂ. അതിനെന്താ, നമുക്ക് തകർത്ത് കളയാം. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ